നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ല പനിച്ചുവിറയ്ക്കുമ്പോഴും ആരോഗ്യമേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 378 തസ്തികകൾ. കാസർഗോഡ് മൈലാട്ടിയിൽ ക്ലീനിംഗ് നിർമ്മാണശാലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും യന്ത്രോപകരണങ്ങളും പിടികൂടി. ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. UDF സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ഡീസൽ വില വർധനവിനെ തുടർന്നും പ്രതിസന്ധിയിലായ 10ഓളം സ്വകാര്യ ബസ് സർവീസുകൾ ഓട്ടം നിർത്തുന്നു. പെരിയ ചക്കിപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഹൈവേ റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യം. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ല പനിച്ചുവിറയ്ക്കുമ്പോഴും ആരോഗ്യമേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 378 തസ്തികകൾ. ജില്ലാ മെഡിക്കൽ ഓഫീസർ മുതൽ നഴ്സിംഗ് അസിസ്റ്റന്റ് വരെയുള്ള തസ്തികകളാണ് ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസർ മുതൽ നഴ്സിംഗ് അസിസ്റ്റന്റ് വരെ 378 തസ്തികയാണ് ജില്ലയിലെ ആരോഗ്യമേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത്. നിയമസഭയിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLAയുടെ ചോദ്യത്തിനുള്ള മറുപടിയിലാണ് ആരോഗ്യവകുപ്പ് ഒഴിവുകളുടെ കണക്കുകൾ നൽകിയത്. ജില്ലയിൽ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമ്പോൾ ആവശ്യത്തിന് ഡോക്ടറെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നൽകാൻ കഴിയാത്ത സ്ഥിതിയാണ്. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ 1, അസിസ്റ്റന്റ് സർജൻ 6, കൺസൾട്ടന്റ് 2, ചീഫ് കൺസൾട്ടന്റ് 1, ഹെഡ് നഴ്സ് 2, സ്റ്റാഫ് നഴ്സ് 4 ഉൾപ്പെടെ 50 ഒഴിവുകളുണ്ട്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജൻ 4, കൺസൾട്ടന്റ് 8, ജൂനിയർ കൺസൾട്ടന്റ് 2, സീനിയർ കൺസൾട്ടന്റ് 1, ഹെഡ് നഴ്സ് 2, നഴ്സിംഗ് അസിസ്റ്റന്റ് 3 ഉൾപ്പെടെ 37 ആരോഗ്യ പ്രവർത്തകരുടെ തസ്തികകളും ഒഴിഞ്ഞുകിടക്കുന്നു. ജില്ലയിലെ ആരോഗ്യരംഗത്തെ ചലിപ്പിക്കേണ്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ, 2 ഡെപ്യൂട്ടി DMO, 2 പബ്ലിക് ഹെൽത്ത് നഴ്സ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട 10 ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു. ഇതെല്ലാം നിലവിൽ താൽക്കാലിക ചുമതലയിലാണ്. താലൂക്ക് ആശുപത്രികളായ നീലേശ്വരം 6, തൃക്കരിപ്പൂർ 14, ബേഡെടുക്ക 13, മംഗൽപാടി 7, പനത്തടി 15 എന്നിങ്ങനെയാണ് ആരോഗ്യ പ്രവർത്തകരുടെ കുറവ്. ഫാമിലി ഹെൽത്ത് സെന്ററുകളായ ചിറ്റാരിക്കാൽ 3, എണ്ണപ്പാറ 4, കയ്യൂർ 5, നർക്കിലക്കാട് 3, പാണത്തൂർ 7, ഉദുമ 4, വോർക്കാടി 5, മൗക്കോട് 3, ആനന്ദാശ്രമം 5, അജാനൂർ 4, ചട്ടഞ്ചാൽ 3, കരിന്തളം 6, മടിക്കൈ 6, മൊഗ്രാൽ പുത്തൂർ 5 എന്നിങ്ങനെയാണ് ഒഴിവുകൾ. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പെർള 9, പള്ളിക്കര 5, മുള്ളേരിയ 3, മീഞ്ച 3, കുമ്പടാജെ 4, ചെങ്കള 2, വെള്ളൂർ 5, ബന്തെടുക്ക 4, ആരിക്കാടി 2, വെള്ളരിക്കുണ്ട് 5, അടൂർ 5, പുത്തികെ 4 എന്നിങ്ങനെ ഒഴിവുകളും നിലവിലുണ്ട്. കാഞ്ഞങ്ങാട്ടെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ 4 അസിസ്റ്റന്റ് സർജൻ, 2 ജൂനിയർ കൺസൾട്ടന്റ് ഉൾപ്പെടെ 10 ഒഴിവുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടാറ്റ ട്രസ്റ്റ് ഗവൺമെന്റ് ആശുപത്രിയിൽ 41 ഒഴിവുകളും നിലവിലുണ്ട്. ഒഴിവുകൾ നികത്തുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ നടത്തുമെന്ന് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ MLA അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് മൈലാട്ടിൽ ക്ലീനിംഗ് നിർമ്മാണശാലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും യന്ത്രോപകരണങ്ങളും പിടികൂടി. ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. മൈലാട്ടി സബ്സ്റ്റേഷന് സമീപത്തെ ഇരുനില കെട്ടിടത്തിൽ ഖുറൈശി എക്സ്പ്രസ് എന്ന പേരിൽ പ്രവർത്തിക്കുകയായിരുന്ന ക്ലീനിംഗ് നിർമ്മാണശാലയിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും യന്ത്രോപകരണങ്ങളും പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബദിയടുക്കയിലെ മുഹമ്മദ് ഹാരിസ്, മീപ്പുകുരിയിലെ CM ജാഫർ എന്നിവരെയാണ് മേൽപ്പറമ്പ് ഇൻസ്പെക്ടർ NP രാഘവന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത്. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ടായിരുന്നു ഇവിടെ പോലീസ് പരിശോധന നടത്തിയത്.
പാക്കിംഗ് മിഷൻ, പ്രൊഡക്ഷൻ യൂണിറ്റ്, കംപ്രസർ മെഷീൻ എന്നിവയും 15,000 പാക്കറ്റ് വിവിധ തരത്തിലുള്ള നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും 14 ചാക്കുകളിലായി നിറച്ച പുകയിലയുമാണ് പിടികൂടിയതെന്ന് പോലീസ് അറിയിച്ചു. ഈ കെട്ടിടത്തിലെ താഴത്തെ നിലയിൽ ഉൽപാദന യൂണിറ്റും മുകൾ നിലയിൽ പാക്കിംഗ് യൂണിറ്റുമായിരുന്നു. സ്ഥാപനത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതേ തുടർന്നായിരുന്നു പരിശോധന നടത്തിയത്. ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ യൂണിറ്റിന്റെ മറവിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നടത്തിയത്. അതിനാൽ തന്നെ സമീപത്തുള്ളവർക്ക് ഇതേക്കുറിച്ച് അറിവില്ലായിരുന്നു. സ്ഥാപനത്തിലും പരിസരങ്ങളിലും രൂക്ഷമായ ഗന്ധമുണ്ടായിരുന്നുവെങ്കിലും ഇത് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങളുടേതാണെന്ന് കരുതുകയായിരുന്നുവെന്ന് സമീപവാസികൾ പറഞ്ഞു. ഇതര സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. പുകയില പൊടിച്ച് അതിൽ ആവശ്യമായ വീര്യവും ചേർത്ത് വിവിധ പാക്കറ്റുകളിലാക്കി പല സ്ഥലങ്ങളിലാക്കി കടത്തുകയായിരുന്നു. രാത്രിയായിരുന്നു ഏറെയും കടത്ത് നടന്നിരുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിലേക്കായി സാധനങ്ങൾ എത്തിച്ചിരുന്നത് ഇവിടെ നിന്നാണെന്നും ഇതിനു പുറമെ ഗൾഫിലേക്കും പുകയില ഉൽപ്പന്നങ്ങൾ കടത്തിയിരുന്നത് ഇതേ സംഘമാണെന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു. പിടികൂടിയ പുകയില ഉൽപ്പന്നങ്ങൾ കോഴിക്കോട് ഖത്തർ എന്ന പേരിൽ കയറ്റി അയക്കുവാനായി ചാക്കുകളിൽ നിറച്ച നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ജനുവരിയിലാണ് ക്ലീനിംഗ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ഈ സ്ഥാപനം തുടങ്ങിയത്. ജൂണിലാണ് പുകയില ഉൽപ്പന്നങ്ങൾ പാക്കറ്റുകളിലാക്കുന്നതിനുള്ള യന്ത്രോപകരണങ്ങൾ എത്തിച്ചതെന്ന് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. SI-മാരായ ടി അഖിൽ, ഷൈജു, ASI-മാരായ കെ മനു, ജയപ്രകാശ് എന്നിവരും പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. UDF സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. മദ്യമാഫിയകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചുവെന്നാരോപിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത്. UDF സർക്കാർ മദ്യമാഫിയകൾക്ക് കൊള്ളലാഭമുണ്ടാക്കാൻ ബജറ്റിൽ നികുതി ഇളവ് പ്രഖ്യാപിച്ചുവെന്നാരോപിച്ചായിരുന്നു ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് താലൂക്ക് ഓഫീസിലേക്ക് യുവജന മാർച്ച് നടത്തിയത്. മാർച്ച് കാഞ്ഞങ്ങാട് സർക്കിൾ കേന്ദ്രീകരിച്ച് ആരംഭിച്ചു. മാർച്ച് ഡിവൈഎഫ്ഐ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇതൊക്കെ കാണിച്ചുകൊണ്ട് VD സതീശൻ ഉണ്ടായിരുന്ന ഒരു പൊതുവായ ജനങ്ങൾക്ക് മുന്നിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറക്ക് മുന്നിൽ നടത്തിയ ഒരു ഇമേജ് പൂക്കി സതീശനാണ്. ഒരു കാര്യം ഞങ്ങൾ പറയാം, VD സതീശൻ പൂക്കി സതീശനല്ല, VD സതീശൻ U-turn സതീശനാണ് എന്നിവിടെ തെളിയിച്ചിരിക്കുകയാണ്. VD സതീശൻ സമീപകാലത്തെടുത്ത നിലപാടുകളിലൂടെ താൻ U-turn സതീശനാണ്. PMC-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വീകരിച്ച സമീപനത്തിലൂടെ, ബക്കാടി കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാടിലൂടെ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ചുരുക്കം ദിവസത്തിനുള്ളിൽ സ്വജനപക്ഷപാതപരമായ KPCC-യുടെ പ്രസിഡന്റും വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ തന്റെ ഓഫീസിൽ തനിക്ക് വേണ്ടപ്പെട്ട അലിയനെ തിരികെ കയറ്റി സണ്ണി അദ്ദേഹത്തെ തിരികെ കയറ്റിയത് ഉൾപ്പെടെയുള്ള നിലപാടിലൂടെ ഈ സ്വജനപക്ഷപാത നിലപാടിന്റെയും ഇത്തരം സമീപനത്തിന്റെയും എല്ലാം അപ്രസ്തലനായി UDF എന്നത് തന്നെ U-turn ഡെമോക്രാറ്റിക് ഫ്രണ്ടായി UDF ഇന്ന് കേരളത്തിൽ മാറുകയാണ്. ഈ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ പ്രതീകമായി കേരളത്തിലെ UDF മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്കെതിരായി വലിയ ചെറുത്തുനിൽപ്പാണ് ഈ കേരളത്തിന്റെ തെരുവിൽ നിങ്ങൾക്ക് നേരിടേണ്ടി വരിക. ജില്ലാ പ്രസിഡന്റ് MV രതീഷ് അധ്യക്ഷത വഹിച്ചു. സാദിഖ് ചെറുകോളി, K കനേഷ്, നസറുദ്ദീൻ മലങ്കര, K മഹേഷ് എന്നിവർ സംസാരിച്ചു. V ഗിനേഷ് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ഡീസൽ വില വർധനവിനെതിരെ തുടർന്നും പ്രതിസന്ധിയിലായ 10ഓളം സ്വകാര്യ ബസ് സർവീസുകൾ ഓട്ടം നിർത്തുന്നു. 10 ബസ്സുകൾ RTOയ്ക്ക് G-ഫോം നൽകി. നിലവിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശനെ കാണാനുള്ള ഒരുക്കത്തിലാണ് സ്വകാര്യ ബസ് ഉടമകൾ. KSRTC സ്ത്രീകൾക്കായി പ്രിയദർശിനി സൗജന്യയാത്ര ആരംഭിക്കുകയും ഡീസൽ വില വർദ്ധിക്കുകയും ചെയ്തതോടെ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ ഇതിനകം 10 ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുന്നതിന് RTOയിൽ G-ഫോം നൽകി. അടച്ച ത്രൈമാസ നികുതിയുടെ കാലാവധി ജൂൺ 30 അവസാനിക്കുന്നതോടെ സർവീസ് നിർത്താനാണ് തീരുമാനം. മോട്ടോർ വാഹന വകുപ്പ് നിയമപ്രകാരം റോഡ് നികുതി ഒഴിവാക്കി കിട്ടുന്നതിനാണ് സ്വകാര്യ ബസ്സുകൾ G-ഫോം സമർപ്പിക്കുന്നത്. സാമ്പത്തിക നഷ്ടം കാരണവും മറ്റ് കാരണങ്ങളാലും നിശ്ചിത കാലയളവിലേക്ക് സർവീസ് പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വരുമ്പോഴാണ് ബസ് ഉടമകൾ ഈ വഴി തെരഞ്ഞെടുക്കുന്നത്. നേരത്തെ തന്നെ നഷ്ടത്തിലായിരുന്ന സ്വകാര്യ ബസ് വ്യവസായം
പ്രിയദർശിനി സൗജന്യയാത്ര ആരംഭിക്കുകയും ഡീസൽ വില വർദ്ധിക്കുകയും ചെയ്തതോടെ കൂടുതൽ നഷ്ടത്തിലായെന്ന് കേരള സ്റ്റേറ്റ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഗിരീഷ് പറഞ്ഞു. അന്തർസംസ്ഥാന സർവീസുകളിലും സൗജന്യം അനുവദിച്ചത് കാര്യമായി ബാധിച്ചു. ഇതേ തുടർന്നാണ് ജിഫോം നൽകി സർവീസ് നിർത്തിവെക്കാനുള്ള തീരുമാനം. ഡീസൽ വില വർധന, യാത്രക്കാരുടെ കുറവ്, ടിക്കറ്റ് വരുമാനത്തിലെ ഇടിവ്, KSRTC ഓർഡിനറി ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള യാത്രാ സൗജന്യം വഴിയുള്ള വരുമാന നഷ്ടം തുടങ്ങിയ കാരണങ്ങളാൽ സർവീസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് ബസ്സുടമകൾ പറയുന്നു. ജില്ലയിൽ 480 ബസ്സുകളാണുള്ളത്. അടുത്ത ത്രൈമാസ നികുതി അടയ്ക്കേണ്ട അവസാന ദിവസമായ ജൂൺ 30 വരെ ജിഫോം നൽകാൻ സമയമുണ്ട്. ഇതിനുള്ളിൽ കൂടുതൽ ബസ്സുകൾ ജിഫോം നൽകാൻ തയ്യാറെടുക്കുകയാണെന്ന് കെ ഗിരീഷ് പറഞ്ഞു. കണ്ണൂർ, കാസർഗോഡ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകൾ ഇപ്പോൾ രാവിലെ വന്നിട്ട് വൈകുന്നേരമാണ് മടങ്ങുന്നത്. നഷ്ടം കാരണം ഇടയ്ക്കുള്ള സർവീസുകൾ ഒഴിവാക്കുകയാണ്. നേരത്തെ 4000 രൂപയോളം ലാഭമുണ്ടായിരുന്ന സർവീസുകൾക്ക് ഇപ്പോൾ 100-150 രൂപ നഷ്ടമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ബസ് വ്യവസായം നേരിടുന്ന പ്രതിസന്ധി ശ്രദ്ധയിൽപ്പെടുത്താൻ മുഖ്യമന്ത്രിയെയും ഗതാഗത മന്ത്രിയെയും കാണാനുള്ള തയ്യാറെടുപ്പിലാണ് ഉടമകൾ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പെരിയ ചക്കിപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. 123 സെന്റിമീറ്റർ ഉയരമുള്ള കഞ്ചാവ് ചെടിയാണ് കണ്ടെത്തിയത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ബേക്കൽ പോലീസാണ് പരിശോധന നടത്തിയത്. ആരും പിടിയിലായിട്ടില്ല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ നട്ടുവളർത്തിയ വലിയ കഞ്ചാവ് ചെടി പോലീസ് കണ്ടെത്തി. പെരിയ ചക്കിപ്പള്ളത്ത് വാടക ക്വാർട്ടേഴ്സിന് സമീപത്താണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ഉയരത്തിൽ വളർന്നെത്തിയ നിലയിലായിരുന്നു കഞ്ചാവ് ചെടി. അന്യസംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലമാണ്. കഞ്ചാവ് ചെടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. ബേക്കൽ DYSP MP ആസാദിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ അനിൽകുമാറും പോലീസ് സംഘവുമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. CPI ജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം KV കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുമ്പോൾ അതിന് എതിർക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ടാകാം. പക്ഷേ നമ്മുടെ പുതിയ തലമുറയെ തെറ്റായ വഴിക്ക് തിരിച്ചുവിടുന്നതിന് വേണ്ടി, അവരുടെ മസ്തിഷ്കത്തെ മരവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പദ്ധതി എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാം അറിയുന്നത് പോലെ നമ്മുടെ രാജ്യത്തിനൊരു ചരിത്രമുണ്ട്. BJP ഇപ്പൊ പറയുന്നത് RSSും BJPയും എല്ലാം പറയുന്നത് ചരിത്രത്തെ വളച്ചൊടിച്ചുകൊണ്ടുള്ള, ചരിത്ര യാഥാർത്ഥ്യങ്ങൾ തമസ്കരിച്ചുകൊണ്ടുള്ള സമീപനങ്ങളും നടപടികളുമാണ് BJPയും RSSും എല്ലാം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ പറഞ്ഞല്ലോ, 5 വർഷത്തേക്കാണ് ഈ പദ്ധതി. 2022 തുടങ്ങിയാൽ 2025 അവസാനിക്കും. അന്ന് വേണ്ടത്ര ആലോചന, ചർച്ച ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്താതെ ഈ പദ്ധതിയിൽ ഒപ്പിടുന്നതിന് വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തീരുമാനിച്ചു. A. ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. N. ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. M. ശ്രീജിത്ത്, സിദ്ധാർത്ഥ്, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, മിനി P, വിഷ്ണുജി എന്നിവർ സംസാരിച്ചു. CK ബാബുരാജ്, K. ശാർങ്ങാധരൻ, KV ശ്രീലത, A. തമ്പാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള. Shopika Weddings, the bridal legacy. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വര
വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്ന നായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഈ വിക്രിയകളെല്ലാം ചെയ്തവൾ എത്തിച്ചേരുന്നത് ഒരു റോബോട്ടിക് ഡെവലപ്പറിലേക്കായിരിക്കാം. ഈ കുത്തിവരകളെല്ലാം നാളത്തെ ഒരു ജനറേറ്റീവ് AI ആർട്ടിസ്റ്റിന്റെ തുടക്കമായിരിക്കാം. അവൻ പഠിപ്പിച്ചു തരുന്നത് ഡാറ്റാ സയൻസിന്റെയും ഡാറ്റ അനാലിസിസിന്റെയും സാധ്യതകൾക്കൊപ്പം സഞ്ചരിക്കാനാണ്. കുട്ടികളുടെ വെക്കേഷൻ കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കാം. VR, AR, MR എക്സ്പീരിയൻസുകളോടെ റോബോട്ടിക്സ്, AI ഗെയിം ഡിസൈനിംഗ്, കോഡിംഗ്, വ്ളോഗിംഗ് തുടങ്ങി 43ഓളം കോഴ്സുകൾ. GTech, IT മാജിക് വെക്കേഷൻ കോഴ്സുകൾ. ഈ വെക്കേഷൻ ഹൈടെക് ആവാം GTechനൊപ്പം. GTech. വാർത്തകൾ തുടരുന്നു. ഹൈവേ റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യം അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. നെല്ലിത്തറ IMA ഹാളിൽ വെച്ചാണ് യോഗം നടന്നത്. അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു. മാവുങ്കാൽ നെല്ലിത്തറ IMA ഹാളിലായിരുന്നു വാർഷിക ജനറൽ ബോഡി യോഗം നടന്നത്. നാഷണൽ ഹൈവേ റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് പരിഹാരമുണ്ടാക്കണമെന്നും പുതിയ കണ്ടം മാവുങ്കാൽ റോഡിൽ മഴക്കാലത്ത് രൂപപ്പെടുന്ന വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണണമെന്നും യോഗത്തിൽ ആവശ്യമുന്നയിച്ചു. സംസ്ഥാന ട്രഷറർ സുധീർ മേനോൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ വ്യാപാരി വ്യവസായികളുടെ സംഘടനയും കൃത്യമായിട്ടുള്ള നിയമാവലികൾ പ്രാവർത്തികമാകാതെ ഇതുപോലുള്ള സമ്പദ് ഘടന നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് AWKയുടെ സംസ്ഥാന ഘടകം ജില്ലാ യൂണിറ്റ് ഭാരവാഹികളുടെയും സഹകരണത്തോടെ നല്ലൊരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. നമുക്ക് അഭിമാനിക്കാം, 76 കുടുംബങ്ങളെ നമ്മളറിയാത്ത 76 കുടുംബങ്ങളെ നമുക്ക് ചേർത്ത് പിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ അംശത്തിന്റെ ഒരു കണിക നിന്ന് മാറ്റിവെച്ചുകൊണ്ട് വലിയൊരു പദ്ധതി തന്നെ നമ്മൾ തുടർന്നു പോകുന്നത്. വളരെ കൃത്യമായിട്ടുള്ള നിയമാവലികൾ പ്രാവർത്തികമാക്കുമ്പോഴാണ് ഒരു സംഘടനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ആളുകളിലേക്ക് എത്തിക്കുവാനും അതുപോലെ അത് നിലനിർത്തി പോകുവാനും സാധിക്കുകയുള്ളൂ. ജില്ലാ പ്രസിഡന്റ് ഗുണേന്ദ്ര സുനിൽ മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുരേഷ് കുമാർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. ദേവദാസ് TV സംഘടനാ വിശദീകരണം നടത്തി. മനോഹരൻ ട്രെയിനിംഗ് അവലോകനം നടത്തി. ജോഷി തോമസ്, പ്രകാശൻ, ബിജേഷ്, രജീഷ് അഭയ്, രതീഷ് മടിക്കൈ, അരവിന്ദൻ MV, സിറിയക് മാത്യു, സന്തോഷ് ബാബു, നാരായണൻ, രാജൻ PK, മഹേഷ്, ജിതേഷ് M എന്നിവർ സംസാരിച്ചു. ബിജേഷ് സ്വാഗതവും മഹേഷ് പെരിയ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട്ടെ പ്രശസ്ത ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനമായ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സ്പോർട്ട് ഉദ്യോഗാർത്ഥികൾക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും ഉപയോഗപ്പെടുന്ന മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട്ടെ പ്രശസ്ത ബിസിനസ് മാനേജ്മെന്റ് ആൻഡ് ടാക്സ് കൺസൾട്ടൻസി സ്ഥാപനമായ സ്ട്രാറ്റജിക് മാനേജ്മെന്റ് സപ്പോർട്ട് ഉദ്യോഗാർത്ഥികൾക്കും സ്റ്റാഫ് അംഗങ്ങൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. ലോക പ്രശസ്ത ട്രെയിനർ അഡ്വക്കേറ്റ് AV വാമനകുമാർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. കോഴിക്കോട് സിൽവർ ഹിൽസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, നല്ല സ്കൂളാണ്. ആ കുട്ടി ശ്രീലക്ഷ്മി എന്ന കുട്ടി എന്നോട് പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ന് എൻ്റെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്.
എനിക്ക് ഭയങ്കര ബഹുമാനമായി, സന്തോഷമായി. ക്ലാസ്സിൽ കേട്ടോണ്ടൊക്കെ അങ്ങനെ തോന്നി. കേട്ട് നമുക്കൊരു വിഷയമായി. ഞാൻ നമ്മളെ ഇന്ന് ക്ലാസ്സിലിരുന്നുണ്ടാ അന്നല്ല, അവന് ഇന്ന് മോളെ ബർത്ത്ഡേ ആണോ? അല്ല, മോളെ അച്ഛൻ്റെ അമ്മയുടെയും പിന്നെ വെഡിങ് ആനിവേഴ്സറി ആണ് ഇത്. അല്ല ഇത് പരീക്ഷ റിസൾട്ടാണ് എൻ്റെ മോളിൽ ക്ലാസ്സിൽ നമ്പർ ഉണ്ടായി. അല്ല, ഇന്ന് ആർക്ക് നല്ല ഗിഫ്റ്റാണെന്ന് തോന്നുന്നു. ഒന്നുമല്ല. പിന്നെന്താണ് ഇന്നത്തെ ദിവസം പ്രത്യേകത? ആ കുട്ടി എന്നോട് ആരും എന്നെ അത്ഭുതപ്പെടുത്തിപ്പോയി. ആ കുഞ്ഞു പറഞ്ഞത്, ടുഡേ ഈസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ റെസ്റ്റ് ഓഫ് മൈ ലൈഫ്. എൻ്റെ ഇനിയുള്ള ജീവിതത്തിൻ്റെ ആദ്യത്തെ ദിവസമാണ്. കാഞ്ഞങ്ങാട് റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചായിരുന്നു പരിപാടി നടന്നത്. അഡ്വക്കേറ്റ് മനോജ് കുമാർ സദസ്സിന് വിശദമായ വിവരണം നൽകി. സീനിയർ ഡയറക്ടർ ശ്യാം പ്രസാദ് പുറവങ്കര അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ സുരേഷ് ബാബു സ്വാഗതവും സീനിയർ സ്റ്റാഫ് അംഗം ഷീബ ജോണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ KGNA 69ാം സംസ്ഥാന സമ്മേളനം 2026 ജൂൺ 27-28 തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അലാമിപ്പള്ളി കനിവ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ KGNA 69ാം സംസ്ഥാന സമ്മേളനം 2026 ജൂൺ 27-28 തീയതികളിൽ കാഞ്ഞങ്ങാട്ട് വെച്ച് നടക്കും. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അലാമിപ്പള്ളി കനിവ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഓഫീസിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നാടുമായും നമ്മുടെ സമൂഹവുമായുള്ള ഒരു ദൈനംദിന ബന്ധം കൂടിയാണ് ഈ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃക എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ സംഘടന മുന്നോട്ട് പോകുന്നത്. നാടുമായും സമൂഹവുമായുള്ള ഒരു ബന്ധവും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടും കൂർത്തിണക്കിക്കൊണ്ടും ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളുമെല്ലാം വളരെ മാതൃകാപരമായി ഈ നാടിന് വലിയൊരു സന്ദേശം കൂടി കൊടുക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഓർഗനൈസേഷനുകളും വെക്കുന്ന ഏറ്റവും വലിയ ലക്ഷ്യം സമൂഹത്തിൻ്റെ ഉന്നമനമാണ്, അല്ലെങ്കിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കാനാണ്. പ്രത്യേകിച്ച് മറ്റു സംഘടനകളിൽ നിന്നെല്ലാം നിങ്ങളെ അല്ലെങ്കിൽ KGNA എന്ന പ്രസ്ഥാനത്തെ വേറിട്ട് നിർത്തുന്നത് മനുഷ്യരുടെ പ്രയാസങ്ങളിൽ, ദുരിതങ്ങളിൽ, അവരുടെ രോഗാതുരതയിൽ ചേർത്തു പിടിക്കുന്ന പ്രസ്ഥാനമാണ് എന്നതുകൂടിയാണ്. ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നതുകൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് ഒരു വലിയ സന്ദേശം കൂടി ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി പങ്കുവെക്കുകയാണ്. ഇവിടെ ആരോഗ്യ ബോധവൽക്കരണ ഇടപെടലുകളും ഈ ക്യാമ്പ് ഏറ്റെടുത്തുകൊണ്ട് നടത്തുന്ന ഇടപെടലുകളും ഇതെല്ലാം നമ്മുടെ സമൂഹത്തിൽ ഇന്നു നിലനിൽക്കുന്ന പല തരത്തിലുള്ള അസമത്വങ്ങളും പ്രയാസങ്ങളുമെല്ലാം അതിനപ്പുറത്തേക്ക് നമുക്കൊരു വലിയ സന്ദേശമായി ഈ കൂട്ടായ്മ മാറുകയാണെന്ന കാര്യത്തിൽ തർക്കമേയില്ല. ജില്ലാ പ്രസിഡന്റ് PV അനീഷ് അധ്യക്ഷത വഹിച്ചു. വാർഡ് കൌൺസിലർ KV രതീഷ്, KGNA സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PV പവിത്രൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PP അമ്പിളി സ്വാഗതവും സ്വാതി നന്ദിയും പറഞ്ഞു. ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിലെ നഴ്സുമാരും ഡിവൈഎഫ്ഐ പ്രവർത്തകരും രക്തദാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഒരിടവേള കൂടി. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട് എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kanyangadu. Phone 0467-220-2070. 7 lives. Mansoor Hospital. Dedication, determination and dignity. ഇമ്മാനുവൽ സിൽക്സ് ഷോറൂമുകളിൽ ക്രിസ്മസ് ന്യൂ ഇയർ ഫാഷൻ ജിംഗിൾസ്. ഓരോ 3000 രൂപയുടെ പർച്ചേസിനും 500 രൂപയുടെ ഫ്രീ പർച്ചേസ്. വധൂവരന്മാർക്കായി അണിഞ്ഞൊരുങ്ങാൻ വെഡ്ഡിംഗ് ഫെസ്റ്റ്. വെഡ്ഡിംഗ് പർച്ചേസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലിക്ക് നൽകുന്നു 100% ക്യാഷ് ബാക്ക്. ഇമ്മാനുവൽ സിൽക്സ് വിദേശ മലയാളികൾക്കായി ഒരുക്കുന്നു NRI ഫെസ്റ്റിലൂടെ നേടാം ആകർഷകമായ ഓഫറുകൾ. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷമാക്കാൻ പുത്തൻ സ്റ്റോക്കുകളുമായി വൈവിധ്യങ്ങളായ സാരികൾ, യൂണിഫോം സാരികൾ, ലേറ്റസ്റ്റ് ലേഡീസ് വെയർ, ന്യൂ ട്രെൻഡുകളിലുള്ള കിഡ്സ് കളക്ഷനുകൾ, ജെന്റ്സ് വെയറുകൾ തുടങ്ങിയവ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ എക്കണോമി സെക്ഷനിൽ ബൈ 1 ഗെറ്റ് 1 ഓഫറുകളും 99 രൂപ മുതൽ 999 രൂപ വരെയുള്ള വസ്ത്രങ്ങളും. ഈ ക്രിസ്തുമസ് ന്യൂ ഇയർ ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കൂ.
ഇമ്മാനുവൽ സിൽക്സ്, മെഗാമാൾ, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഓൾസോ അറ്റ് കണ്ണൂർ, ഇരട്ടി ആൻഡ് പട്ടാമ്പി. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. ഒരു കർഷകന്റെ സംരംഭം. വാർത്തകൾ തുടരുന്നു. പ്രീ പ്രൈമറി മുതൽ +2 തലം വരെ പഠനം നടക്കുന്ന ജില്ലയിലെ അപൂർവം സ്കൂളുകളിൽ ഒന്നായ ചെമ്മട്ടംവയൽ ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ അധ്യയന വർഷത്തെ ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാരംഗം സാഹിത്യവേദിയും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും നടന്നു. പഠനത്തോടൊപ്പം അനുബന്ധ മേഖലയിലും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി തുടക്കത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായ രൂപീകരണം നടന്നത്. പ്രീ പ്രൈമറി മുതൽ +2 തലം വരെ പഠനം നടക്കുന്ന ജില്ലയിലെ അപൂർവ സ്കൂളുകളിലൊന്നായ ചെമ്മട്ടംവയൽ ബല്ലായിസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഈ അധ്യയന വർഷത്തെ ഹൈസ്കൂൾ തലത്തിലുള്ള വിദ്യാരംഗം സാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടന്നു. പഠനത്തോടൊപ്പം അനുബന്ധ മേഖലയിലെയും കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്തി തുടക്കത്തിൽ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വിവിധങ്ങളായ രൂപീകരണം നടന്നത്. സയൻസ്, സോഷ്യൽ, ഗണിതം തുടങ്ങിയ ക്ലബ്ബുകളുടെ ഉദ്ഘാടനമാണ് നടന്നത്. അതോടൊപ്പം അവധിക്കാലത്ത് നിരവധി സാഹിത്യരചനകൾ വായിച്ച് ഏവർക്കും മാതൃകയായ 8ാം തരം വിദ്യാർത്ഥി ഹന മറിയത്തെ പുസ്തകം നൽകി അനുമോദിച്ചു. സാഹിത്യകാരനും പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ അംബികാസുധൻ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. വായന എന്നുള്ളത് നവോത്ഥാനമാണെന്നും അതുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളും വായനയുടെ ഭാഗമാണെന്നും അതുകൊണ്ട് മുഴുവൻ വിദ്യാർത്ഥികളും വായനയുടെ ഭാഗമാകണമെന്നും അതിലൂടെ സമൂഹ നന്മയുടെ ഭാഗമാകണമെന്നും തന്റെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തി അദ്ദേഹം പറഞ്ഞു. വാർഡ് കൌൺസിലർ KV രാധ അധ്യക്ഷത വഹിച്ചു. വിവിധ ക്ലബ് ചാർജ് വഹിക്കുന്ന അധ്യാപകരായ NV ശരണ്യ, T സ്മിത, M ഷിനാര എന്നിവർ സംസാരിച്ചു. സ്കൂൾ HM ഇൻചാർജ് വഹിക്കുന്ന സിബി ഇവാനിയോ സ്വാഗതവും വിദ്യാരംഗം കോർഡിനേറ്റർ T കൃഷ്ണാനന്ദൻ നന്ദിയും പറഞ്ഞു. അംബികാസുധൻ മാങ്ങാടുമായി വിദ്യാർത്ഥികളുടെ സംവാദവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കിഴക്കുംകര മണലിൽ മെട്രോ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാപക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥശാലയുടെ സ്ഥാപക അംഗം PN പണിക്കർ അനുസ്മരണവും നടന്നു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കലാ-സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന കിഴക്കുംകര മണലിൽ മെട്രോ വായനശാല ആൻഡ് ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥശാലയുടെ സ്ഥാപക അംഗം PN പണിക്കർ അനുസ്മരണവും സംഘടിപ്പിച്ചു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ CM വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും വിപുലമായ ഒരു പ്രസ്ഥാനം 1945 ഇത് ആരംഭിക്കുമ്പോൾ PN പണിക്കരെ പോലുള്ള ആളുകൾ ഇതിന്റെ രൂപീകരണ യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ ആകെ 47 ഗ്രന്ഥശാലകൾ ഒരുമിച്ചിരുന്ന ഒരു യോഗത്തിലാണ് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപപ്പെടുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കേരളത്തിന്റെ ചരിത്രത്തിലുടനീളം വളരെ സവിശേഷമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിന്റെ മണ്ണിനെയും മനസ്സിനെയും ഉഴുതുമറിച്ച സാംസ്കാരികമായി, സാമൂഹികമായി, ജനാധിപത്യപരമായി, മതനിരപേക്ഷമായി പാകപ്പെടുത്തി എടുക്കാൻ വലിയ പരിശ്രമങ്ങൾ നടത്തിയ ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ ലൈബ്രറി പ്രസ്ഥാനം സവിശേഷമായി മാറുന്നത്.
കേരളത്തിന്റെ സാംസ്കാരിക വളർച്ചയ്ക്ക് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ സവിശേഷമാണെന്നും അതിന് നാട്ടിലെ കുട്ടികളെയും മുതിർന്നവരെയും കൂട്ടിയോജിപ്പിച്ച് മെട്രോ വായനശാല നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും അദ്ദേഹം പറഞ്ഞു. വായനശാല പ്രസിഡന്റ് കെ രാഗേഷ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരിയും വായനശാല എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ ഡോക്ടർ പൂമണി പുതിയരക്കൽ ആമുഖ ഭാഷണം നടത്തി. വായനശാല സെക്രട്ടറി എം ചന്ദ്രൻ, മെട്രോ ക്ലബ് സെക്രട്ടറി കെ രാകേഷ്, ബാലവേദി കൺവീനർ എം നിഷ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അധ്യാപകരും ജീവനക്കാരും ആക്ഷൻ കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി കൂട്ടധർണ സംഘടിപ്പിച്ചു. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്ന ധർണ KGOA സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. കേരള ബജറ്റിലെ ജനവിരുദ്ധ നിർദ്ദേശങ്ങൾ തള്ളിക്കളയുക, മാനദണ്ഡ വിരുദ്ധമായ സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക, സെൻസസ് ഡ്യൂട്ടിയിലുള്ള അധ്യാപകർക്ക് ഡ്യൂട്ടി ലീവ് അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അധ്യാപകരും ജീവനക്കാരും ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കൂട്ടധർണ നടത്തി. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ജില്ലാ കേന്ദ്രങ്ങളിൽ ധർണയുമാണ് സംഘടിപ്പിച്ചത്. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്ന ധർണ KGOA സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. ടി ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ സുഷമ, KSTA സംസ്ഥാന ട്രഷറർ K രാഘവൻ, T പ്രകാശൻ, KV രാഘവൻ, NK ലസിത, PK വിനോദ്, രാജീവൻ ഉദിനൂർ എന്നിവർ സംസാരിച്ചു. K ഹരിദാസ് സ്വാഗതവും മധു കരിമ്പിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആവിഷ്കരിച്ച കസ്തൂരിമാൻ എന്ന ഡോക്യുമെന്ററി സിനിമയുടെ പ്രദർശനം നടന്നു. വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സിനിമയുടെ പ്രദർശനം സംഘടിപ്പിച്ചത്. മഹാകവി P കുഞ്ഞിരാമൻ നായരുടെ സർഗാത്മക ജീവിതം ആവിഷ്കരിച്ച കസ്തൂരിമാൻ എന്ന ഡോക്യുമെന്ററി സിനിമയുടെ പ്രദർശനം വെള്ളിക്കോത്ത് മഹാകവി P സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. കവിയും ദൃശ്യമാധ്യമ പ്രവർത്തകനുമായ നാലപ്പാടം പത്മനാഭൻ രചനയും സംവിധാനവും നിർവഹിച്ച കസ്തൂരിമാൻ ദുബായ് അഗേറ്റ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പ്രമോദ് പുറവങ്കരയാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിളയുടെ നിത്യകാമുകനായി മണൽത്തട്ടിൽ കിടന്നുറങ്ങി, പുസ്തകം അച്ചടിച്ച് വിറ്റ് കടം കയറി, നാടക കമ്പനി തുടങ്ങി നഷ്ടത്തിലായി. സിനിമാ പ്രദർശനത്തിന് ശേഷം നടന്ന ആദരിക്കൽ ചടങ്ങിൽ ഹെഡ്മാസ്റ്റർ P അശോകൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ നാലപ്പാടം പത്മനാഭൻ, PI അഭിനയിച്ച മുരളി വടയക്കളം എന്നിവർ സംബന്ധിച്ചു. സിനിമയിൽ അഭിനയിച്ച അധ്യാപകരായ പ്രിയ മാവിലക്കണ്ടോത്ത്, രാകേഷ് ക്ലായിക്കോട്, പ്രേമ, ഗീത, സുരേഷ് മാസ്റ്റർ, വിദ്യാർത്ഥികളായ അമർനാഥ്, മീര ഗോവിന്ദ്രാജ്, തേജ് ദേവ്, മിഥുൻ K മിഥുൻ രാജ്. അതിന്റെ ഒരു പശ്ചാത്തലം തീർച്ചയായിട്ടും വെള്ളിക്കോത്ത് തന്നെ ആയിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു മഹാകവി Pയുടെ ജന്മ സ്ഥലമാണ്, മഹാകവി Pയുടെ നാമധേയത്തിലുള്ള സ്കൂളാണ്. ഇതിലെ മഹാകവി P ആയിട്ട് അഭിനയിച്ച ചെറുമകൻ മുരളി വെള്ളിക്കോത്തുകാരനാണ്. അപ്പം എന്തുകൊണ്ട് വെള്ളിക്കോത്ത് പശ്ചാത്തലമാക്കിയിട്ട് ഇത് ഷൂട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു. മാത്രമല്ല ഇതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വന്നിട്ടുള്ളത് പ്രമോദ് പുറവങ്കര ഈ വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത വന്ന സമയത്ത്, അതിൻ്റെ ഒരു അന്ന് ആലോചന ഉണ്ടായ സമയത്ത്, വെള്ളിക്കോത്ത് സ്കൂളിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ ആലോചിച്ച സമയത്ത് സർവാത്മന സമ്മതിക്കുകയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ അധ്യാപകർ, പ്രത്യേകിച്ച് പ്രിയ ടീച്ചറും ഇന്നത്തെ HM ഇവിടുത്തെ അധ്യാപകരും സുരേഷ് മാഷും ഒക്കെ ഒരുക്കി തന്നു. ശ്രീഹരി KV, സാരംഗ് എന്നിവരെ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. പ്രിയ മാവിലക്കണ്ടോത്ത് സ്വാഗതവും രാകേഷ് ക്ലായിക്കോട് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ല പനിച്ചുവിറയ്ക്കുമ്പോഴും ആരോഗ്യമേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്നത് 378 തസ്തികകൾ. കാസർഗോഡ് മൈലാട്ടിയിൽ ക്ലീനിംഗ് നിർമ്മാണശാലയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും യന്ത്രോപകരണങ്ങളും പിടികൂടി. ബന്ധപ്പെട്ട് 2 പേർ പിടിയിൽ. UDF സർക്കാരിനെതിരെ DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസ് മാർച്ച് സംഘടിപ്പിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയും ഡീസൽ വില വർധനവിനെ തുടർന്നും പ്രതിസന്ധിയിലായ 10ഓളം സ്വകാര്യ ബസ് സർവീസുകൾ ഓട്ടം നിർത്തുന്നു.
പെരിയ ചക്കിപ്പള്ളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ക്വാർട്ടേഴ്സിന് സമീപത്ത് കഞ്ചാവ് ചെടി കണ്ടെത്തി. വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കുന്ന PM ശ്രീ ഉപേക്ഷിക്കണമെന്ന ആവശ്യം ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് CPI കാഞ്ഞങ്ങാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഹൈവേ റോഡ് പണി സമയബന്ധിതമായി പൂർത്തിയാക്കാത്തതിനാൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന സ്ഥാപനങ്ങളിൽ വാഹനങ്ങൾക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതിന് പരിഹാരം കാണണമെന്ന ആവശ്യം. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.